ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിൽ നമ്മൾ കടക്കുകയാണ്. സ്കൂളുകളിലെ ആഘോഷ ദിനങ്ങളിൽ കുട്ടികൾക്ക് യൂണിഫോം നിർബന്ധമാക്കില്ല. സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലാണ് ഈ പ്രഖ്യാപനമുണ്ടായത്. കുഞ്ഞുങ്ങൾ വർണ്ണപ്പൂമ്പാറ്റകളായി പറന്ന് രസിക്കട്ടെ എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുകയും ചെയ്തു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഉമേഷ്, ഇത് സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വാഗത കമ്മിറ്റി രൂപീകരണ യോഗത്തിലാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായതെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് പുതിയ കുറെ മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നു. അത് നിലവിൽ അത് നടപ്പിലാക്കാൻ പോകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം സ്കൂൾ സമയം അത് മാറ്റുന്നു. ഇപ്പോൾ ഇത് കുട്ടികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ കളർ ഡ്രസ് ഇട്ട് സ്കൂളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഒട്ടുമിക്ക എല്ലാ കുട്ടികളും. അപ്പോൾ ആഘോഷ ദിനങ്ങൾ ആ രീതിയിൽ അവർ പൂമ്പാറ്റകളായി പാറി നടക്കട്ടെ എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. എന്താണ്, ഏത് രീതിയിലാണ് ഇതിൽ നടപ്പിലാക്കാൻ പോകുന്നത് സർക്കാർ? പ്രജിൻ, ആഘോഷ ദിനങ്ങൾ നമുക്കറിയാം. ഓണം, മറ്റ് സ്കൂൾ ഡേ അടക്കമുള്ള ആഘോഷ ദിനങ്ങളുണ്ട്, ക്രിസ്മസ് അടക്കമുള്ള ആഘോഷ ദിനങ്ങൾ. അവിടെയെല്ലാം ചില സ്കൂളുകളെങ്കിലും ഡിസിപ്ലിൻ്റെ പേര് പറഞ്ഞ് ആ ദിവസങ്ങളിലും ആഘോഷ ദിനങ്ങളിലും യൂണിഫോം നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ, നിരന്തരമായുള്ള ആവശ്യങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ കത്ത് മുഖേനയും ഒപ്പം ഫേസ്ബുക്ക് പോസ്റ്റിലെ കമൻറ്റ് മുഖേനയും എല്ലാം അറിയിക്കാറുണ്ട്. നിരന്തരമായി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കത്ത് വരുന്ന മന്ത്രിമാരിൽ ഒരാളാണ് മന്ത്രി വി ശിവൻകുട്ടി. എന്തായാലും അതിലൊരു തീരുമാനം ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി മുതൽ ആഘോഷവേളകളിൽ, അതായത് ഇനി ഓണമാണ് വരാൻ പോകുന്നത്, ഓണം ആയാലും ഓണം ആഘോഷങ്ങൾക്കൊന്നും ഈ യൂണിഫോം നിർബന്ധമാക്കരുത് എന്നുള്ള നിർദ്ദേശമാണ്. വിദ്യാർത്ഥികൾക്ക് കളർ ഡ്രസ്സ് ആവശ്യമെങ്കിൽ കളർ ഡ്രസ്സ് ഇട്ട് വരാം, അതിൽ ഒരിക്കലും യൂണിഫോം അടിച്ചേൽപ്പിക്കരുത്. വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് തന്നെ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പറന്ന് രസിക്കട്ടെ വർണ്ണ പൂമ്പാറ്റകളായി എന്നാണ് അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് കുട്ടികൾ ഇത്തവണ ഓണാഘോഷത്തിന് എന്തായാലും വർണ്ണമായി തന്നെ, അല്ലെങ്കിൽ വർണ്ണാഭമായി തന്നെ സ്കൂളുകളിലേക്ക് എത്തും. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പ്രഖ്യാപനം വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിരിക്കുന്നത്. ഇന്ന് തൃശ്ശൂരിൽ വെച്ചായിരുന്നു സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വാഗത കമ്മിറ്റി യോഗം. ഇന്ന് ഒരുപക്ഷെ സമീപകാലത്ത് നടന്നതിൽ ഏറ്റവും വലിയ സ്വാഗത സംഘ രൂപീകരണമാണ് ഇന്നുണ്ടായത് എന്ന് ഫേസ്ബുക്കിൽ മന്ത്രി തന്നെ കുറിക്കുന്നുണ്ട്. പ്രജിൻ, യെസ്, എന്തായാലും സ്കൂളുകളിൽ ഓണാഘോഷം ഒന്നുകൂടി കളറാവും എന്ന കാര്യത്തിൽ ഇനിയിപ്പോൾ യാതൊരു സംശയമില്ല. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.